അലീനയെ സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കിയതിനു ശേഷം ബാലചന്ദ്രനെ വീട്ടിലേക്കും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിൽ റെസ്റ്റ് ആയിരിക്കും. ഇതേ സമയത്ത് തന്നെ രോഹിത്തും ഹരിയുമൊക്കെ കുറ്റം ചെയ്തതുകൊണ്ട് തന്നെ അവര് പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ അവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ കേട്ടോ. അതിനുശേഷമാണല്ലോ വിചാരണയും തടവും ഒക്കെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജാമ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ 4 പേരെയും ജയിലിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ അലീനയും വീട്ടിലേക്ക് വരികയാണ്. മനുവും ശിവനും എല്ലാവരും അവിടെ തന്നെ ഇട്ടോ. രേവതിയും ഗ്രേസമ്മയും മാമച്ചനും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ പോയിട്ട് നമ്മുടെ ബാലേന്ദ്രനെ കാണുകയാണ്. ബാലേന്ദ്രൻ അപ്പോ കൈകൂപ്പി അവരോട് നന്ദി പറയുന്നുണ്ട്. എങ്കിലും അലീനയ്ക്ക് ഒരാപത്ത് വന്നപ്പോ നിങ്ങൾ എത്തിയല്ലോ. നിങ്ങളില്ലാണെങ്കിൽ അവളന്ന് രാത്രി മുഴുവനും ആ സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നേനെ. ആ SIയുടെയും CIയുടെയും ഒക്കെ അഹങ്കാരം നിങ്ങൾ തീർത്തു കൊടുത്തല്ലോ. ഒരു അനാഥയായ പെൺകുട്ടിക്ക് ആരില്ലെന്നുള്ള തോന്നല അവന്മാർക്കൊക്കെ. അതൊക്കെ എന്തായാലും നിങ്ങൾ മാറ്റിക്കൊടുത്തല്ലോ. DVSPയെ കൊണ്ട് തന്നെ വന്ന് അലീനെ ഇറക്കിയതുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ആ ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാം പറിച്ചെറിഞ്ഞ് ഞാൻ ഇറങ്ങി വരാൻ ഒരുങ്ങിയതാ. പക്ഷേ എന്റെ അപ്പത്തെ സാഹചര്യം, എന്റെ അവസ്ഥ അതായിപ്പോയി. അല്ലെങ്കിൽ അലീനെ സ്റ്റേഷനിൽ ഞാൻ അത്ര നേരം ഇരുത്തില്ലായിരുന്നു എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. മാമച്ചൻ പറയാണ്, അതിന് നന്ദിയുടെയും കടപ്പാടിന്റെയും ആവശ്യമുണ്ടോ ബാലേന്ദ്ര? ദേ, അത് നിങ്ങളുടെ മകള്, ഇത് ഞങ്ങളുടെ മകള്. രണ്ടുപേരും ചേച്ചി അനീറ്റ് എന്ന് പറയുമ്പോ അവളും ഞങ്ങളുടെ മകള് തന്നെയല്ലേ. അവളെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു കണ്ടിട്ടില്ല. ഞങ്ങളുടെ രേവതിക്കുട്ടിയുടെ ചേച്ചി തന്നെയാ അവള്. അല്ലാതെ അതിലൊരു വ്യത്യാസം ഞങ്ങൾ കാണുന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഗ്രേസമ്മ പറയാണ്, അതെ അതെ, ദേ ഇവളെ ഞങ്ങൾക്ക് തന്ന ദൈവം തന്നെയാ അലീനയെ നിങ്ങൾക്ക് തന്നത്. ഇവളെ പോലെ തന്നെയാ അലീനയും. ഇവളെക്കാട്ടിലും പാവാട്ടോ എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്റെ ചേച്ചിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ വിഷമമായിപ്പോയി. പിന്നെ തിരിച്ചുവിടുന്നൊക്കെയാ ഞാൻ കരുതിയത്. സംഭവത്തിന്റെ സീരിയസ്നെസ് വൈകുന്നേരം ആയപ്പോഴാണ് മനസ്സിലായത്. പാവം കൃഷ്ണമോള് അവള് ശരിക്കും പേടിച്ചു. അവളെ വിളിച്ച് എന്നോട് പറഞ്ഞതൊക്കെ. അവളെ വിളിച്ച് മനുവേട്ടനോടും പറഞ്ഞിരുന്നു പറഞ്ഞു. പിന്നെ മനുവേട്ടന്റെ വീട്ടിലെ സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ എന്ത് ചെയ്യാനാ, ഓരോന്നിനും ഓരോ സ്വഭാവമല്ലേ മോളെ. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ആ സമയത്ത് നിങ്ങൾ എത്തിയത് വലിയൊരു ആശ്വാസമാ. അത് കേട്ടത് പിന്നെയാ എന്റെ ചങ്കിനകത്ത് തീ അണഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, രോഹിത്തിനെയും ഹരിയൊക്കെ സബ് ജയിലിലേക്ക് മാറ്റുമല്ലേ? അറിയില്ല. ഇനിയിപ്പോ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുമല്ലേ? അതിനുശേഷമേ അറിയുള്ളൂ. ഇനിയിപ്പോ അതിനുശേഷമാണ് തെളിവെടുപ്പും മൊഴിയും വിചാരണയും എല്ലാം. ആ സമയത്ത് എന്താ തീരുമാനം എന്ന് ദൈവത്തിനറിയാം. പിന്നെ 4 പേരും കുറ്റം ചെയ്തെങ്കിൽ അവർ 4 പേരും ശിക്ഷ അനുഭവിക്കണ്ടേ മാമച്ച? അത് ശരിയാ. അങ്ങനെ ഒരു പെൺകുട്ടിയോട് അവർ ക്രൂരത ചെയ്തെങ്കിലേ നമ്മുടെ മകനായാലും അത് നമ്മളായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മകനാണെന്നും പറഞ്ഞൊരിക്കലും നമ്മൾ രക്ഷിക്കാൻ നിൽക്കരുത്. അവൻ ചെയ്ത തെറ്റിന് അവൻ അനുഭവിച്ചേ മതിയാവുള്ളൂ എന്നും പറയാണ്. ഗ്രേസമ്മ പറയാണ്, പണ്ട് അലീനയോടും അവനങ്ങനെ മോശമായിട്ടൊക്കെ പെരുമാറിയതല്ലേ. പക്ഷെ അതുകൊണ്ടൊന്നും അവൻ ഒതുങ്ങിയില്ലല്ലോ. എല്ലാത്തിനും കാരണക്കാരൻ ആ കൊല്ലപ്പള്ളിയിലെ ഹരിയാ എന്നിങ്ങനെ രേവതി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ആ ഒറ്റ ഒരുത്തനാ ഈ വീട്ടിലെ രോഹിത്തിനെയും കൂടി വഴിതെറ്റിക്കുന്നത്. പറഞ്ഞ് എരിവ് കയറ്റി അവനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നതും ഈ ഹരി തന്നെയാങ്കിളെ. അതെനിക്കറിയാം മോളെ. നേരത്തെ തന്നെ ആ കൂട്ടുകെട്ടിനെ കുറിച്ച് ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ എന്ത് ചെയ്യാനാ? അടയ്ക്ക ആണെങ്കില് പറിച്ചുമൊക്കെ മടി വെക്കാം, അടയ്ക്കാമരം ആണെങ്കില് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കാണ്. എന്നാലേ ഞങ്ങൾ ഇറങ്ങാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോ ഒരു ദിവസം കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോയേക്കുവാ. ഒത്തിരി നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല. അലീനയ്ക്കും അങ്ങനെ തന്നെയാ. പിന്നെ എന്റെ ഈ അവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയില ഞാനിപ്പോ. എന്ത് പറയണം എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. വൈജി ആണെങ്കിലോ കാലിടിഞ്ഞ് അവിടെ ഹോസ്പിറ്റലില്, രോഹിത് ആണെങ്കിലോ അവിടെ ജയിലിലും. ഇപ്പോ ഈ വീട്ടില് എല്ലാരും മരവിച്ച അവസ്ഥയിലാ. ജ്വല്ലറികളൊന്നും തന്നെ തുറക്കുന്നില്ല. നാട്ടുകാരുടെ പ്രതിഷേധവും കല്ലേറും. ഇനി എങ്ങനെ ആളുകളുടെ മുഖത്തോട് നോക്കുമെന്ന് എനിക്കറിയില്ല. ഇത്രയും കാലം ഞാൻ ചെന്ന് ഇറങ്ങുമ്പോഴും എന്നെ കാണുമ്പോഴും ഒക്കെ ബഹുമാനത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇനിയിപ്പോ എന്നെ കാണുമ്പം ഒരു പുച്ഛത്തിലായിരിക്കും സംസാരിക്കുക. അതൊക്കെ ഓർക്കുമ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പം മാമച്ചൻ പറയാണ്, ഈ നാട്ടില് കുറ്റം ചെയ്യാത്തവരായിട്ട് ആരുണ്ട് ബാലേന്ദ്ര? എല്ലാവരും ഓരോ വകയില് ഓരോ തെറ്റുകാർ തന്നെയാ. പിന്നെ നമ്മുടെ രീതിക്ക് ജീവിക്കുക. ബാലേന്ദ്രൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ 3-4 ദിവസം കഴിയുമ്പം ഇതൊക്കെ ആറ് തണുക്കും. എല്ലാം ശരിയാവും. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, അങ്ങ് വരെ പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊന്ന് യാത്രയും പറഞ്ഞ് ഇറങ്ങാണ്. കൃഷ്ണമോളോട് പോയിട്ട് രേവതി എന്നാ പോയിട്ട് വരാ കൃഷ്ണമോളെ എന്ന് പറയുന്നുണ്ട്. അല്ല ബബിതി എവിടെയെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പം ചേച്ചി മുറിക്കകത്ത് ഇരിപ്പുണ്ട്. മാമച്ചൻ ചോദിക്കാണ്, അതെന്താ ആ കൊച്ചു മുറിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങില്ലേ?
അലീന പറയുന്നുണ്ട്, അതൊരു പ്രത്യേക ക്യാരക്ടറാ, അത് അവിടെ തന്നെ ഇരിക്കുള്ളൂ, അതിലൊന്നും കാര്യമില്ലങ്ങളെ എന്ന് പറയണം കേട്ടോ. മനു വന്ന് ഒരുപാട് നന്ദി ഗ്രേസമ്മയോടും മാമച്ചോടും പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശിവൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയതാ, പക്ഷെ ഇപ്പോ എനിക്കാരെ മുഖത്ത് നോക്കാനോ ഒന്ന് വിളിക്കാൻ പോലും പറ്റില്ല. കൂട്ടത്തിലെ 1-ാം പ്രതിയുടെ അച്ഛനായി പോയില്ലേ, അവനെ ജനിപ്പിച്ചു പോയില്ലേ, അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ആരുടെ മുഖത്ത് നോക്കാൻ പോലും മടിയാ. ഞാനതുകൊണ്ട് തന്നെ ഇപ്പം ആരോടും ഒന്ന് നോക്കാറോ ഒന്ന് സംസാരിക്കാറോ ഒന്നുമില്ല, വീടടച്ചിട്ട് ഒരേ ഇരിപ്പാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനു പറയാണ്, എന്റെ അവസ്ഥ അത് തന്നെയാ, അവന്റെ ചേട്ടനല്ലേ ഞാൻ, തൊലി ഉരിഞ്ഞു പോവാ. ഓരോരുത്തർ വന്ന് ഓരോന്നൊക്കെ ചോദിക്കുമ്പം വീടിന് നേരെ കല്ലിറക്കി ഉണ്ടായി. അവിടെ പിന്നെ ഇലക്ട്രിക് ഗേറ്റ് ആയതുകൊണ്ടാ ആരും തല്ലിപ്പൊട്ടിക്കാഞ്ഞത്, അല്ലെങ്കിലേ അന്ന് തല്ലിപ്പൊട്ടിച്ചലോടെ അകത്തേക്ക് കയറി വന്നേനെ എന്നൊക്കെ പറയാണ്. എങ്കിലും അങ്കിളിനോടും ആന്റിയോടും രേവതിക്കുട്ടിയോടുള്ള ആ കടപ്പാടൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല മനു, ഞങ്ങൾക്ക് രേവതിക്കുട്ടിയെ പോലെ തന്നെയാ ഞങ്ങളുടെ അലീനയും. എന്നാൽ ശരി, ഞങ്ങൾ പോട്ടെ, ഇപ്പൊ ഇറങ്ങിയാലേ വൈകിട്ട് തന്നെ അങ്ങ് എത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവരോട് ഇറങ്ങാണ്. ഇവർ യാത്ര പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശിവൻ പറയാണ്, അല്ല ഈ ഭവിത എന്താ ഇപ്പോഴും മുറിയടിച്ച് അകത്തിരിക്കുന്നേ എന്ന് അലീനോട് ചോദിക്കുമ്പം അലീന പറയാണ്, അത് പിന്നെ ഫോണിലായിരിക്കും, അല്ലെ പഠിക്കായിരിക്കും. കൃഷ്ണമോൾ പറയുന്നുണ്ട്, പിന്നെ പഠിക്കാനോ, 24 മണിക്കൂറും ചേച്ചി ഫോണിലാ. ഒരു കാമകനുണ്ടല്ലോ, അവനുമായിട്ട് സൊള്ളലാ എപ്പോഴും പണി. അച്ഛൻ ഹോസ്പിറ്റൽ അറ്റാക്ക് വന്ന് കിടന്നപ്പോഴും അമ്മ അവിടെ സുഖമില്ലാതെ കിടന്നപ്പോഴും രോഹിത്തേട്ടൻ ജയിലിലായപ്പോഴൊന്നും ചേച്ചിക്ക് ഒരു കൂസലും ഇല്ല. ചേച്ചിക്ക് അപ്പോഴും കാമുകനെ കാണാൻ പോണം, കാമുകനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം, എന്തൊക്കെ അവരെ സൊള്ളല് എന്നൊക്കെ പറയുമ്പം ശിവൻ ചാടി എഴുന്നേക്കുന്നുണ്ട്. അപ്പോ അവക്കും ഉണ്ടല്ലേ ഇപ്പറഞ്ഞ പരിപാടിയൊക്കെ. അപ്പോ കൃഷ്ണ പറയാണ്, ആഹാ ആങ്കിളൊന്നും അറിഞ്ഞില്ലേ. മനു പറയാണ്, അലീന എന്നോട് സൂചിപ്പിച്ചിരുന്നു ഈ കാര്യത്തെ പറ്റിയൊക്കെ. എങ്ങനാ സംഭവം വഷളാവോ? അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, വഷളാവുന്ന മനുവേട്ടാ എന്റെ ഒരു ഉദ്ദേശം. പല സമയത്തും പല സന്ദർഭങ്ങളിലും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അച്ഛന് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛനോട് ഞാനൊന്നും പറയാത്തതാ. എങ്കിലും അച്ഛനോട് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അതിന്റെ പിറ്റേ ദിവസമാ രോഹിത്തിന്റെ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ഒരു സംഭവം അങ്ങ് മങ്ങിപ്പോയി. അല്ല, അവളിപ്പോൾ ആ മുറിക്കകത്ത് അടച്ചിരിപ്പാണോ പണി? അപ്പോ അലിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. കൃഷ്ണമോൾ പറയാണ്, ഞാൻ പോയപ്പോ എന്റെ നേരെ തുള്ളിച്ചാടിക്കൊണ്ട് വാതിൽ കൊട്ടി അടച്ചു. ഞാനിവിടെ ഇരുന്ന് വിങ്ങിപ്പൊട്ടി കരയായിരുന്നു. അപ്പോഴും അയാളെ മെസ്സേജ് അയക്കുക, കൃഷ്ണമോൾ ഉണ്ടെങ്കിൽ സാരമില്ല, ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട്. എപ്പോഴും ഇവർ തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ട് മനുവേട്ടാ. അതത്ര നല്ല കൂടിക്കാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 24 മണിക്കൂറും ഫോണിലെ മെസ്സേജ് അയപ്പും വീഡിയോ കോൾ ചെയ്യലൊക്കെയാ. അതൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അച്ഛന്റെ ഈ ഒരു അവസ്ഥയില് അച്ഛനോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എനിക്ക്. അമ്മയോട് പോയി ഞാൻ പറയാൻ പറ്റുമോ? ഞാൻ ആരോട് പറയും? ഞാനും അലിന ചേച്ചി മാത്രമുണ്ട് ഇവിടെ എല്ലാം കേൾക്കാനും കാണാനുമായിട്ട് എന്ന് പറഞ്ഞ് കൃഷ്ണമോള് കരയുന്നു കേട്ടോ. അലീന അപ്പോ അവളെ ആശ്വസിപ്പിക്കുകയാണ്. ശിവനാണെങ്കിൽ മലിനോട് നീ ഇങ്ങോട്ട് വന്നേടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിതയുടെ വാതിൽ പോയി മുട്ടുന്നുണ്ട് കേട്ടോ. ബബിത അപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ ഓഫാക്കിയിട്ട് വന്ന് വാതിൽ തുറക്കാണ്. ആഹാ അങ്കിളോ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഓഹോ, അപ്പൊ വീട്ടില് ഞങ്ങൾ ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാലേ. വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പം ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? നിന്റെ അച്ഛനെ മോളെ കൊണ്ട് കിടത്തിരിക്കല്ലേ. ആ ഗ്രേസിമ മാമച്ചനൊക്കെ വന്നിട്ട് പോയില്ലേ? അവരൊന്നും എന്റെ ആരുമല്ല. ആരുമല്ലെന്നായിക്കോട്ടെ, നിന്റെ വീട്ടിൽ വന്ന് ആരാണെങ്കിലും അവരെ റെസ്പെക്ട് ചെയ്യണമെന്നുള്ളൊരു ഒരു മര്യാദ നിനക്കില്ലേ? നീ ഇത്രയും പഠിച്ച പെൺകുട്ടിയല്ലേ. പോട്ടെ, ഞാൻ നിന്റെ ആരാ? അത് പിന്നെ അങ്കിള് ആണല്ലോ, നിന്റെ അമ്മയുടെ സഹോദരൻ. ഇത് നിന്റെ അമ്മയുടെ സഹോദരന്റെ മകൻ ആണല്ലോ. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നിനക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് തരുവോ, ഞങ്ങളോട് സംസാരിക്കുവോ, എന്തെങ്കിലും ചെയ്തൂടെ? നിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് മുകളിലോട്ട് കൊണ്ട് കിടത്തിട്ടെ വെറും 1 മണിക്കൂർ പോലും ആയില്ല. അദ്ദേഹത്തോട് പോയി ഒന്ന് ആശ്വസിപ്പിക്കോ, ഒന്ന് സമാധാനിപ്പിക്കോ, എന്തെങ്കിലും ചെയ്തൂടെ? കൃഷ്ണനെക്കാട്ടിലും മൂത്തവള് നീ അല്ലേ. അച്ഛനെ കൊണ്ട് വന്നപ്പോ കൊണ്ട് കേറുന്നത് നീ ഒന്ന് കണ്ടു. അപ്പൊ തന്നെ നീ കയറി വാതിലും അടച്ചു. ഞങ്ങളിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്ല, എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോഴേക്കും ബബിത പറയാണ്, അല്ലെങ്കിലേ ഞാനെന്ത് പറയാനാ, അച്ഛന് സുഖമില്ലാതെ കിടക്കല്ലേ, അതുകൊണ്ട് ഒന്നും ടെൻഷൻ എടുപ്പിക്കണ്ടെന്ന് കരുതി. ഓഹോ അങ്ങനെയല്ലേ. നിനക്കൊന്ന് പോയി അവളോട് സംസാരിച്ചെന്താ കുഴപ്പം? നിന്റെ അച്ഛനല്ലേ, വേറെ ആരും അല്ലല്ലോ. അടുത്ത് പോയിന്ന് ഇരുന്ന് ഒന്ന് ആശ്വസിപ്പിച്ചൂടെ? ആ മനുഷ്യന് അത്രയെങ്കിലും സമാധാനം കിട്ടത്തില്ലേ? നിന്റെ അമ്മയാണെങ്കിലോ ഒരു സൗകര്യം കൊടുക്കില്ല. നിന്റെ ഏട്ടന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഏട്ടൻ കാരണം തല കുനിച്ച് നാട്ടുകാർ മുമ്പിൽ തലയുയർത്തി പിടിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അയാൾ കിടക്കുന്നത്. ആ സമയത്ത് നീയും കൂടി ഇങ്ങനെ പെരുമാറിയാലേ നല്ല രസമായിരിക്കും. അപ്പോഴേക്കും ബബിതയുടെ ഫോണിലേക്ക് കോൾ വരാണ് കേട്ടോ. അയാൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ ഓഫാക്കി വെക്കുന്നുണ്ട്.
മനു അപ്പോഴേക്കും ആ ഫോൺ ഇങ്ങനെ ചാടിപ്പിടിച്ച് മേടിക്കാണ്. അപ്പോഴേക്കും അമലിന്റെ ഫോട്ടോ കണ്ടിട്ട് ഇവൻ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മനുവേട്ടൻ എന്റെ ഫോൺ ഇങ്ങനെ. ഞാൻ ചോദിച്ചിട്ട് മറുപടി പറ, ഇവൻ ഏതാ? അത് എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് എന്തിനാ വീഡിയോ കോൾ വിളിക്കുന്നേ? ഞങ്ങള് പഠിത്തത്തിന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കായിരുന്നു, അതുകൊണ്ടാ എന്ന് പറയുമ്പോഴേക്കും മനു ആ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. മനുവിനെ കണ്ടപാടെ അമല ഫോൺ കട്ടാക്കിട്ട് പോണുണ്ട് കേട്ടോ. മനുവേട്ടാ, മറ്റൊരാളുടെ ഫോൺ അനുവാദത്തിൽ എടുക്കുന്നത് അത് മോശാട്ടോ. അതെ, ഞാൻ നിന്റെ മറ്റാരും ഒന്നും അല്ല, നിന്റെ ഒരു ആങ്ങളുടെ സ്ഥാനം തന്നെയാ എനിക്കും. എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. വഴിപഴിച്ച് നടക്കല്ലേ നീയൊക്കെ ഇപ്പോ? അപ്പോഴേക്കും ബബിത ചോദിക്കാണ്, ആര് പറഞ്ഞു? ഇവള് പറഞ്ഞോ? ഈ അലീന. ഇവളങ്ങനെ പലതും പറയും. ഇവളെ വലവീശി പിടിക്കാൻ ഇവളെ മിടിക്കുകയാണല്ലോ. എന്റെ അച്ഛനെയും മനുവേട്ടനെയും ദേ ഈ അങ്കിളിനെയും എല്ലാം വലവീശി പിടിച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ മോളെ, എനിക്ക് ആ സ്വഭാവമൊന്നുമില്ല. മനുവേട്ടനോടും അങ്കിളിനോടും എന്റെ അച്ഛനോടൊക്കെ ഞാൻ കാണുന്ന സ്നേഹം യാഥാർത്ഥ്യമാണെന്നൊക്കെ അവർക്കും എനിക്കും അറിയാം. പിന്നെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം അതെനിക്കില്ല. പിന്നെ എന്തിനാടി നീ എന്റെ കാര്യം എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്? അതെ, എനിക്കൊരാളെ ഇഷ്ടമാണ്, അയാൾക്ക് എന്നെ ഇഷ്ടാ. അതിനിപ്പോ എന്താ കുഴപ്പം? പ്രേമിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പം മനു വന്നിട്ട് പറയുന്നുണ്ട്, പ്രേമിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിന്റെ പ്രായം, ആ പ്രായത്തിൽ പ്രേമിക്കുന്നത് തെറ്റ് തന്നെയാ. ഇപ്പൊ നീ പഠിക്കേണ്ട പ്രായ, അല്ലാതെ പ്രേമിച്ചെടുക്കേണ്ട പ്രായമല്ല. അത് മാത്രല്ല, നിന്റെ പ്രായത്തിലുള്ള ഒരു പെങ്കൊച്ച ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നിന്റെ ഏട്ടനും ബാക്കിയുള്ളവരും ചേർന്ന് പീഡിപ്പിച്ചത് അതും ഇതുപോലെ ഒരു പ്രേമം തന്നെയായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. ബബിത പറയുന്നുണ്ട്, ഇത് അങ്ങനെയൊന്നുമല്ല, ഞങ്ങള് സീരിയസാ. എന്ത് സീരിയസ്? നീ ഇപ്പൊ ഫസ്റ്റ് ഇയർ അല്ലേ ആയുള്ളൂ. കഴിഞ്ഞ 3 വർഷമായിട്ടല്ലേ നിങ്ങൾ തമ്മിൽ പ്രണയത്തില്. ഞാനതൊക്കെ അറിഞ്ഞിരുന്നോ? അങ്ങനെ നോക്കുമ്പോ +1 തുടങ്ങിയത് അല്ലേ? പഠിക്കേണ്ട പ്രായത്തില് പ്രേമവും കോപ്പും ഒക്കെ ആയിട്ട് നടക്കാള്. എന്നിട്ട് പറയുമ്പോ തർക്കുത്തരം കൂടി. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, ദേ മോളെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ, അതായിരിക്കും നിനക്ക് നല്ലത്. നിന്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ച് നോക്ക്. 2 കാലൊടിഞ്ഞ് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും വയ്യാതെ ആ പാവടെ കിടക്ക. നിന്റെ അച്ഛനോ ഇപ്പൊ 2ാമത്തെ അറ്റാക്കാ. ഒരു മേജർ അറ്റാക്കും ഒരു മൈനർ അറ്റാക്കും കഴിഞ്ഞു. ഇനി നിന്റെ കാര്യം കൂടെ അറിഞ്ഞ് അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? അത് പിന്നെ തീർത്തു തീരാത്ത ഒരു സങ്കടാവില്ലേ? അതും കൂടെ മതി ഇനി ബാലേന്ദ്രന്. ഒന്ന് ഭാര്യ കാരണം ഒരു അറ്റാക്ക്, ഒന്ന് മകൻ കാരണം ഒരു അറ്റാക്ക്, ഇനി മോള് കാരണം കൂടി ഒരു അറ്റാക്ക് ഉണ്ടായാലേ ആ മനുഷ്യൻ പിന്നെ ജീവനോടുണ്ടാവില്ല. അപ്പൊ തന്നെ ദൈവത്തിനടുത്തേക്ക് അങ്ങ് പൊയ്ക്കോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടും ബബിതയ്ക്ക് യാതൊരു കുലുക്കവും ഇല്ല. നിനക്ക് ഒന്നും കേട്ടാലും യാതൊരു കുലുക്കില്ലെന്നൊക്കെ ഞങ്ങക്ക് മനസ്സിലായി എന്ന് മനു പറയുന്നുണ്ട്. ശിവൻ പറയാണ്, അതുകൊണ്ടാണ് ഞാൻ മോളോട് പ്രത്യേകം ഒരു കാര്യം പറയുന്നത്. മോളായിട്ട് തന്നെ ഇതിന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചോ. മോൾക്ക് അത്രക്കുള്ള പ്രായമൊന്നും ആയിട്ടില്ല. മോളിപ്പോ പഠിക്കാ വേണ്ടത്. പഠിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് മോൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കണം. അതാ വേണ്ടത്. പഠിക്കുന്ന സമയത്തെ പഠിക്കണം. ദേ ഇപ്പോ ഹരിയെ കണ്ടില്ലേ, അവൻ എന്തൊക്കെ തോന്നിവാസമൊക്കെ കാണിച്ചു നടന്നേ. അവസാനം അവന്റെ അവസ്ഥ എങ്ങനായി? രോഹിത്തിന്റെ അവസ്ഥ എങ്ങനായി? പഠിക്കാൻ വിട്ട സമയത്ത് പ്രേമിച്ച് നടന്ന ആ ശരണയുടെ അവസ്ഥ എന്തായി? എല്ലാം മോള് കാണുന്നല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മിണ്ടാതെ തലയും കൊണ്ടിച്ച് നിൽക്കാണ്. മിണ്ടാതെ തലകൊണ്ടിച്ച് നിൽക്കാൻ വേണ്ടി അല്ല മോളുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. മോള് അത് കേട്ട് അനുസരിക്കണം. പിന്നെ ഞാനിവിടെ കുറച്ചാളെ തന്നെ കാണും. എന്തെങ്കിലും ചുറ്റിക്കളുണ്ടെന്ന് ഞാൻ അറിഞ്ഞാ അടിച്ചിട്ട് കവളത്ത് ഞാൻ പൊട്ടിക്കും എന്ന് ശിവൻ പറയാണ്. ബാലേന്ദ്രനെ ഞങ്ങളൊന്നും അറിയിക്കാത്തതിന്റെ കാരണം അവൻ അതുപോലെ അസുഖമായിട്ട് കിടക്കുന്നുണ്ടാ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കൊണ്ട് കാണിച്ചിട്ട് എന്തെടുക്കാനാ? പാവത്തിന് അടുത്തൊരു അറ്റാക്ക് കൂടി വരും. നീയൊക്കെ കാരണം അതേ അങ്ങേർക്ക് ഉണ്ടാവുള്ളൂ. മനു പറയുന്നുണ്ട്, അങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട ഈ നിലയിലെത്തിയത്. ഇത്രയും വർഷം കൊണ്ട് അങ്ങളുടെ ചോര നീരാക്കിയ ഈ കാണുന്നെല്ലാം പണിതുണ്ടാക്കിയത്. നിന്നെയൊക്കെ ഇപ്പൊ സ്വർഗതുല്യമായ ഈ ജീവിതം ജീവിപ്പിക്കുന്നത് നീയും നിന്റെ ചേട്ടനും നിന്റെ അമ്മയും കാരണം ആ പാവം അനുഭവിക്കാതെ മാക്സിമം അനുഭവിച്ചു. ദയവ് ചെയ്ത് ഇനി ഈ അങ്കിളിനെ നീ ശിക്ഷിക്കരുത് എന്ന് പറയാൻ കേട്ടോ. ബബിത അപ്പോ അലീനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ്. നീ എന്തിനാ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ ചെയ്തനല്ലേ അവര് പറഞ്ഞത്. ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ പറയേണ്ട കാര്യമില്ല. പറയാനാണെങ്കിലേ എല്ലാരോടും എല്ലാം പറയാൻ എനിക്കറിയാം. നീ എന്ത് പറയുന്നടി പറഞ്ഞത്? നീ എന്നെ കുറെ ആയല്ലോ പേടിപ്പിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് ഞാനാ. അതിനുള്ള റൈറ്റ്സ് ഒക്കെ എനിക്കുണ്ട്. പിന്നെ എന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. നീ കൂടുതൽ നോക്കണ്ട. നീ അച്ഛന്റെ മോളെന്നൊക്കെ പറഞ്ഞത് കള്ളമാണെന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞു. നീ എന്റെ അച്ഛനെ മയക്കാൻ വന്നോളല്ലേടി. എന്റെ അച്ഛന് 2ാം ഭാര്യയാകാനും സ്റ്റെപ്പിനിയാകാനും ഒക്കെ വേണ്ടി എന്റെ അച്ഛനെ വലവീശി പിടിക്കുന്ന നാണംകെട്ടല്ലടി നീ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അലീനയുടെ കൈ അവളുടെ കർണത്ത് വീണിട്ടോ. ബബിതയുടെ അഹങ്കാരത്തിന് അലീന നല്ല ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, ശരിക്കും ഒരെണ്ണം. ബബിത പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. ബബിത കവളത്ത് കയ്യും വെച്ച് നിൽക്കുമ്പോ കൃഷ്ണമോള് പറയുന്നുണ്ട്,
എന്റെ അലിന ചേച്ചി, ആ കൈ അങ്ങോട്ട് വന്നേ. കൺഗ്രാചുലേഷൻസ്. കുറെ ദിവസം കൊണ്ടേ ഞാൻ ഓർത്തു വെച്ച ഓങ്ങി വെച്ച കാര്യമായത്. ചേച്ചിയെങ്കിലും കൊടുത്തല്ലോ, സമാധാനമായി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബബിത ബബിത കണ്ണിന് വെള്ളം വരികയാണ്. അവരുടെ മുഖമൊക്കെ ദേഷ്യം കൊണ്ട് ഇരുണ്ട് കൂടുന്നുണ്ട്. ശിവനെ നോക്കിയിട്ട്, അങ്കിള് കണ്ടില്ലേ, അങ്കിളുടെ മുമ്പിൽ വെച്ചാ എവിടുന്നാ വന്ന ഈ വൃത്തികെട്ടവള് എന്നെ തല്ലിയത്. എന്റെ അച്ഛനെ മയക്കാനായിട്ട് കച്ചുകെട്ടി ഇറങ്ങി വന്നവളാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബബിത കിടന്ന് ശിവനോട് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, അത് നീ ഡിസേർവ് ചെയ്ത സംഭവം തന്നെയാ. നിനക്കത് അവകാശപ്പെട്ട അടി തന്നെയായിരുന്നു. കാരണം അലീന അങ്ങനെ ആരോടും മോശം പെരുമാറില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. പിന്നെ നീ പറഞ്ഞതുപോലെ നിന്റെ അച്ഛനും ചേർത്ത് നീയല്ലേ അവളെ കുറിച്ച് വൃത്തിയോട് പറഞ്ഞത്. ഒരാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പം അവരെന്തായാലും പ്രതികരിക്കും. അലീന ആരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. നിന്റെ അച്ഛന്റെ മോളാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ അദ്ദേഹത്തെയും കൂട്ടി ഇങ്ങനെ മോശം പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നാണമില്ലേ നിനക്ക്? ഞാൻ വൈജയുടെ ആങ്ങളയാ. അങ്ങനെയുള്ള എനിക്ക് എന്താ സംഭവിച്ചതെന്നും എന്താണ് സാഹചര്യമെന്നും അലീന ആരാണെന്നൊക്കെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പറയാ, ആവശ്യമില്ലാതെ അലീന അടുത്ത് ചൊറിയാൻ നിൽക്കരുത്. ഇപ്പൊ കിട്ടിയ അടിയേ അതൊരു ബോണസ് ആയിട്ടങ്ങ് കൂട്ടിയാൽ മതി. ഇനി കിട്ടാൻ പോണേ ഉള്ളൂ. അലീന നിന്റെ ചേച്ചിയാ. നിന്നെ തല്ലാനും നേർവഴിക്ക് അടുത്തുള്ള അവകാശമൊക്കെ അലീനയ്ക്കുണ്ട്. അവൾ എന്ത് ചെയ്താലും ഞങ്ങൾ ആരും ചോദിക്കില്ല. മനു പറയാണ്, അതെ, ഞങ്ങൾ തന്നതല്ല അവള് തന്നത്. ഞങ്ങൾ അങ്ങനെ കൈവെക്കുന്ന ഓർത്താ ഇത്രയും നേരം അടങ്ങി നിന്നത്. എന്തായാലും കൃത്യസമയത്ത് പക്കയായിട്ട് തന്നെ അതല്ല തന്നതും കഴിഞ്ഞു എന്ന് പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് അവൾക്ക് ദേഷ്യം കത്തിയേരിയാണ്. എന്നിട്ട് അവൾ മുകളിലേക്ക് നോക്കിയിട്ട് ബാലേന്ദ്രന്റെ മുറിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുമ്പോ മനു പറയുന്നുണ്ട്, പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്കത് ആവശ്യമാണെന്ന് മാത്രമേ പറയുള്ളൂ. അല്ല, നീ പോയിട്ട് എന്ത് പറയാനാ? അച്ഛന്റെ അവിഹിതമാണ് അലീന എന്ന് പറഞ്ഞപ്പോ അലീന അടിച്ചെന്ന് പറയാനോ? ചെല്ലെ, വയ്യാറക്കുന്ന മനുഷ്യനിൽ നിന്ന് ഒന്നുകൂടെ നിനക്കിട്ട് കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് ബബിത മുറിയിൽ കയറി വാതിലടയ്ക്കാണ്. അലീന ശിവനോടും മനുവിനോടും പറയുന്നുണ്ട്, ആ അവസ്ഥയില് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അത് സാരമില്ല, അതവക്ക് അവകാശപ്പെട്ടാടി തന്നെയാ. ആന്റിയുടെ എല്ലാ അഹങ്കാരവും ആ മോക്ക് കിട്ടിയിട്ടുണ്ട്. ബാലചന്ദ്രങ്ങളുടെ ആ ഒരു പാവത്തോ കൃഷ്ണമ്മക്ക് കിട്ടിയേക്കുന്നത് എന്ന് മനുവും പറയാൻ കേട്ടോ. രണ്ടും കൂടെ കൂടിക്കളന്നാണ് ആ രോഹിത്ത്. അവന് പേടിയുമുണ്ട്, പാവത്താനുമാണ്. എങ്കിലും അമ്മേനെ പോലെ എടുത്തിയാട്ടം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശിവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ മനു ചോദിക്കാണ്, അല്ലെങ്കിലേ ഈ അലീനയ്ക്ക് ആരെ സ്വഭാവമാ? ആ പകുതി വൈജയുണ്ട്. ആ സ്റ്റേഷനിലിരുന്ന് ഇരിപ്പൊക്കെ നീ കണ്ടതല്ലേ? ആ വാശിയും ആ ദേഷ്യവും എല്ലാം വൈജയുടെ ഉണ്ട് കേട്ടോ എന്ന് ശിവൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ബബിത ഒന്ന് സൂക്ഷിച്ചോ. ഇനിയിപ്പോ അവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രായമല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് വിളിച്ചാ മതി. ഞങ്ങളിപ്പോ വിളിപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ പെട്ടെന്ന് വന്നേക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അലീനോടും കൃഷ്ണനോടും യാത്ര പറഞ്ഞിട്ട് ശിവനും ആനവും കൂടി പോയിട്ട് ബാലനോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോണുണ്ട്. അങ്ങനെ ഇവര് പോയിട്ട് വാതിലടയ്ക്കുകയാണ്. എന്നിട്ട് അടുക്കളയില് അലീനയാണെങ്കിൽ ഓരോ ജോലിയായിരിക്കും. കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാനെങ്കിൽ അച്ഛനടുത്ത് പോയി കുറച്ചിരിക്കട്ടെ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നേരെ ബാലേന്ദ്രന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കായിരിക്കും. എന്താ അച്ഛാ, എന്താ ആലോചിക്കുന്നേ? എന്താ മോളെ ആലോചിക്കാനില്ലാത്തത്? ഓരോന്നിങ്ങനെ ആലോചിച്ച് കിടക്കുക. ഇപ്പൊ എനിക്ക് അതല്ലേ പറ്റുള്ളൂ. അച്ഛനൊന്നും ആലോചിക്കണ്ട. എന്തായാലും രോഹിത്തേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷ അനുഭവിക്കണം. ആ അവസ്ഥയില് ഞാനായിരുന്നെങ്കിലോ അച്ഛൻ രോഹിത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കായിരുന്നോ? ഇല്ലല്ലോ. ചേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ അതിന് ശിക്ഷ തീർച്ചയായിട്ടും അനുഭവിക്കണം എന്ന് പറയാണ്. എന്ത് ചെയ്യാനാ മോളെ, ജനിപ്പിച്ചു പോയില്ലേ, അതുകൊണ്ടാ മനസ്സിനൊരു വേദന എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. പിന്നെ അമ്മയുടെ കാര്യം ഓർത്തിട്ട് അച്ഛന് വിഷമമുണ്ടോ? എന്ത് വിഷമം? പോഞ്ഞ പുള്ളി പുറത്ത്, അത്രേ ഉള്ളു മോളെ. ഞാൻ കുറെ അവളെ ഇങ്ങോട്ട് വിളിച്ചതാ, പക്ഷെ അവൾ വരാൻ തയ്യാറാവുന്നില്ല. അപ്പോഴും അവിടെ അവളുടെ അഹങ്കാരത്തിനും തലക്കനത്തിനും ഒരു കുറവുമില്ല. ഞാനതുകൊണ്ട് എന്തെങ്കിലും വരട്ടെ എന്നോർത്തിരിക്കുക. അവളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു കേട്ടോ. അപ്പോ അല്ല, എന്താ താഴെ എന്തൊക്കെയോ ഒച്ചയോ ബഹളോ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. അങ്കിളും മനുവേട്ടനൊക്കെ പോയല്ലേ? അവര് പോയി. അല്ല, ബബിത പുറത്തോട്ടൊന്നും കണ്ടില്ലല്ലോ. ഞാന് ഹോസ്പിറ്റലിൽ പോയി ഇത്ര അവസ്ഥയിലായിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോ വരുന്ന വഴിക്ക് അവളെ ഒന്ന് ഞാൻ നോക്കിയതാ. ഒന്ന് കയറിപ്പോലും വന്നില്ലല്ലോ. എന്തി അവള് എന്ന് ചോദിക്കുമ്പം ബബിതേച്ചി മുറിയിലുണ്ട്, അതിനെക്കുറിച്ചായിരുന്നു അവിടെ ചർച്ച. ഇത്രയും നേരമായിട്ടും അച്ഛനൊന്ന് കാണാൻ പോലും വരാത്തതിന് ശിവനങ്ങളും മനുവേട്ടനും കൂടി ബബിത ചേച്ചി ചോദ്യം ചെയ്യായിരുന്നു. അപ്പോഴും ബബിത ചേച്ചി ഫോണിൽ തന്നെയാ. ഫോണിലോ? ആരായിരുന്നു? അതൊന്നും എനിക്കറിയില്ല അച്ഛാ. ഏതു നേരം ഫോണിൽ തന്നെയാ.
അലിന ചേച്ചി പറഞ്ഞതുപോലെ അച്ഛൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ കിടന്ന് ഞാൻ എന്ത് ശ്രദ്ധിക്കാനാ മോളെ? ശ്രദ്ധിച്ച ഒരുത്തൻ ജയിലിൽ കിടക്കുകയല്ലേ, ഇനി ആരെ ശ്രദ്ധിക്കാനാ? അവനോന് വേണമെങ്കിലേ അവനോ നന്നാവണം, അല്ലാതെ എത്രയൊക്കെ ഉന്തി മരം കയറ്റി ശ്രമിച്ചാലും അവരെ കയറാൻ പറ്റുമോ? ഇല്ല മോളെ, ഞാൻ മടുത്തു, എനിക്ക് വയ്യ. ഇനി അറ്റാക്ക് ഉണ്ടാവാന് ഈ ഹൃദയത്തിന് ശക്തിയില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ അച്ഛ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ മോളെ? അത് പിന്നെ അലിന ചേച്ചി ബബിതേനെ അടിച്ചു. ബബിതയ്ക്ക് അടിച്ചോ? എന്തിനാ? അത് പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് മനുവേട്ടനും ശിവങ്ങളും കൂടെ അവിടെ ചോദ്യം ചെയ്യായിരുന്നു ബബിതേനെ. ആ ഒരു സമയത്ത് അലിന ചേച്ചിയുടെ നേർക്ക് വന്നിട്ട് അച്ഛന്റെ അവിഹിതമാണ് അലിന ചേച്ചിയെന്നും എല്ലാരും പറഞ്ഞു പറ്റിക്കുകയാണെന്നും മനുവേട്ടനെയും അങ്കിളിനെയും എല്ലാരും വലവേശി പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് അലിന ചേച്ചിയോട് സംസാരിച്ചു. അവരെയൊക്കെ മുമ്പ് വെച്ച് എല്ലാവരും കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യാച്ചാ. അലിന ചേച്ചി അപ്പോൾ തന്നെ ബബിത ചേച്ചിയുടെ മുഖത്തടിച്ചു. അതിന് ദേഷ്യപ്പെട്ട് കയറി കഥ അടച്ചിരിക്കുക. എന്നിട്ട് ശിവൻ എന്ത് പറഞ്ഞു? ആ അങ്കിള് പറഞ്ഞത് അങ്കിളും മനുവേട്ടനും തരാൻ ഊങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെയാ കൈവെക്കുന്നേ? പെൺകുട്ടിയല്ലേന്ന് പറഞ്ഞുകൊണ്ട് അവര് മിണ്ടാതിരിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് ചേച്ചി കൊടുത്തെന്നാ അവര് പറഞ്ഞത്. എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. ആ ഒരു കുഴപ്പമില്ല മോളെ, അവളെങ്കിൽ അത് അവക്ക് അവകാശപ്പെട്ട് തന്നെയാ അവള് ചോദിച്ചു മേടിച്ചതാ എന്നിങ്ങനെ ബാലേന്ദ്രന് പറയുന്നുണ്ട്. ബബിത ചേച്ചിയുടെ സ്വഭാവം ഇപ്പൊ വളരെ മോശമായിക്കൊണ്ടിരിക്കാച്ചാ. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ മോളെ. എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ അവള്? ഒന്നെങ്കിൽ ഇവിടുന്ന് അവള് ഇറങ്ങിപ്പോവായിരിക്കും, അല്ലെങ്കിൽ അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകും. അത്രയും നടക്കാൻ പോകണുള്ളൂ. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും താങ്ങുള്ള ശക്തി ഇനി എന്റെ മനസ്സിനില്ല. അവളോടൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? അറിവും വിവരം ഉള്ളവർ തന്നെ അല്ലേ, അല്ലാത്തവരൊന്നും അല്ലല്ലോ. എത്രയൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പോലും ഒരു കോളൊന്ന് വിളിക്കോ, എന്നെ ഒന്ന് കാണാൻ വരുമോ? ഒന്നും ചെയ്തില്ലല്ലോ. ഒന്ന് അന്വേഷിക്കെങ്കിലും ചെയ്തോ അവള് എന്ന് ചോദിക്കാണ്. ഒന്നുമില്ലെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഗോപാലൻ വന്ന് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അതുപോലെ അവളുടെ അമ്മയെങ്കിലും അവളൊന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആരെയും അവൾ വിളിക്കുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. പക്ഷെ 24 മണിക്കൂറും അവളുടെ ഫോണ് ബിസിയാ. അതിനർത്ഥം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടം വരെ പോകുന്ന ഞാൻ നോക്കുക. അലീന എന്നോട് പറഞ്ഞു അവളെന്ന് സൂക്ഷിക്കണമെന്ന്. അതിന് പിറ്റേ ദിവസമല്ലേ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായത്. എന്തായാലും ഞാനൊന്ന് എഴുന്നേക്കട്ടെ. അവളുടെ കാര്യത്തില് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അല്ലാതെ ഇങ്ങനെ ഞാനത് വെറുതെ ഒന്നും ഉദ്ദേശിക്കുന്നില്ലെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ.